കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ അംഗങ്ങളും അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ഭരണപക്ഷ അംഗങ്ങളും അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. ഈ വിഷയത്തിൽ ചെയർപേഴ്സൺ രാജിവെച്ച് വിജിലൻസ് അന്വേഷണം നേരിടണമെന്നും കൗൺസിലർമാർ പറഞ്ഞു. ഈ നഗരസഭയിൽ UDF നടത്തുന്ന അഴിമതി വിരുദ്ധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കായംകുളത്തെ LDFന്റെ ഏരിയ കമ്മിറ്റി പോലും ഈ അഴിമതി ശരിയാണെന്നും ചെയർപേഴ്സൺ ആ യോഗത്തിൽ ക്ഷമ പറഞ്ഞ് ഇതിനെ അന്ന് കൗൺസിൽ എതിർത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരെ തൻ്റെ കൂടെ നിർത്താൻ CPM ആണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ സെക്രട്ടറിയെ ബലിയാടാക്കി കുറ്റം മുഴുവൻ സെക്രട്ടറിയുടെ ചുമരിൽ ചാരി സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തി ഈ അഴിമതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും LDF ഈ സമരത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. UDF ഈ സമരത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ അടിയന്തരമായി ഇന്ന് തന്നെ അവിശ്വാസ പ്രമേയം തയ്യാറാക്കി ഈ വിശ്വാസം നഷ്ടപ്പെട്ട ചെയർപേഴ്സൻ്റെയും LDF ഭരണത്തിനും എതിരെ ഇന്ന് തന്നെ ബന്ധപ്പെട്ട RJDക്ക് അവിശ്വാസ പ്രമേയം നൽകാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി വളരെ തീവ്രമായ ഒരു ശ്രമം അതിന് നടത്തുകയാണ്. ഇനി ഒരു നിമിഷം പോലും ഈ ചെയർപേഴ്സൺ അധികാരത്തിലിരിക്കാൻ യാതൊരു അർഹതയുമില്ല. ഇവർ കുറ്റക്കാരിയാണെന്ന് അവരുടെ പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി മേലിൽ എന്ത് ചെയ്താലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായി ആലോചിച്ചേ ചെയ്യാവൂ, അങ്ങനെ ചെയ്യൂ എന്ന മൗന സമ്മതം വാങ്ങിയിട്ടാണ് ഇന്ന് ഈ കൗൺസിലെ വിളിച്ചത്. ഇന്ന് ഈ കൗൺസിലിൽ കോറമില്ലായിരുന്നു. ഒരു അജണ്ടയും പാസ്സാക്കാനുള്ള അധികാരം അവർക്കില്ല. പക്ഷേ എല്ലാ അജണ്ടയും പാസ്സായി എന്ന് പറഞ്ഞ് സെക്രട്ടറിയുടെ പോലും സാന്നിധ്യമില്ലാതെ ഒരു നഗരസഭാ ജീവനക്കാരനും അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തോ കാട്ടിക്കൂട്ടി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ നിയമപരമായി ചോദ്യം ചെയ്യും. കായംകുളം നഗരസഭയിൽ വ്യാഴാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗം പ്രഹസനമായിരുന്നുവെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം വൈസ് ചെയർമാനടക്കം ഡിസെൻഡിംഗ് നോട്ട് പറയുകയും ചെയ്ത ഒരു അജണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. കായംകുളം നഗരത്തിലെ ശുചിമുറി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ അഴിമതി ഉൾക്കൊണ്ട ഒരു അജണ്ട കഴിഞ്ഞ കൗൺസിൽ ചർച്ച ചെയ്യാൻ കഴിയാതെ മാറ്റിവെച്ചു. എന്നാൽ ഇന്ന് കൂടിയ കൗൺസിലിൽ ആ അജണ്ട വെക്കാതെ ഇന്ന് കൂടാൻ ശ്രമിച്ച അജണ്ട മറ്റ് അജണ്ടകൾ വെക്കുകയും ഈ അജണ്ട വെക്കാതിരിക്കുകയും ചെയ്തതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് UDF ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാധാരണ സമരം പോലെ അല്ല ഇത്. 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മിനിറ്റ്സിൽ ഡിസെൻഡിംഗ് നോട്ട് എഴുതി, നിഷേധക്കുറിപ്പ് എഴുതി, വിയോജനക്കുറിപ്പ് എഴുതിയ ഒരു അജണ്ടയാണത്. ആ അജണ്ട അതിനുശേഷം അവിടെ CPMന്റെ ഓഫീസിൽ ഏരിയ കമ്മിറ്റി കൂടി ഈ 4 പേരെയും ചെയർപേഴ്സണെയും അടക്കമുള്ളവരെ വിളിച്ചു ചേർത്ത് ചെയർപേഴ്സനെ കൊണ്ട് സർവ മാപ്പപേക്ഷിച്ച് സാഷ്ടാംഗം പാർട്ടിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചതിന്റെ പേരിൽ പാർട്ടിയുടെ അച്ചടക്ക ഗർഭം ഇവിടുത്തെ മറ്റ് ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ പേരിൽ വീശുകയും പാർട്ടിയുടെ എത്ര കുറ്റം ചെയ്താലും എന്തെല്ലാം ചെയ്താലും പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന അന്ത്യശാസനത്തിന്റെ പേരിൽ ഇന്ന് അവിടെ വെച്ച് ഈ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരിവിടെ വന്ന് അവരുടെ അന്തസ് അടിയറ വെച്ചുകൊണ്ട് സ്ത്രീകളായിട്ടുള്ള 3 പേർ അവർക്ക് അവരുടെ വീട്ടിൽ പോലും പോകാൻ കഴിയില്ല. കൗൺസിൽ കൂടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചു. പോലീസിനെ വിളിച്ച് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കാനും ഭീഷണിപ്പെടുത്താനും മർദ്ദിക്കാനും ശ്രമിച്ചതിനെതിരായ ഉജ്ജ്വലമായ പോരാട്ടം ഞങ്ങളുടെ സഹോദരിമാരടക്കം ഇവിടുത്തെ UDFന്റെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ചെറുക്കുകയും ഞങ്ങൾ കൗൺസിൽ കൂടാൻ അനുവദിച്ചിട്ടില്ല. ഇന്നത്തെ കൗൺസിൽ അവർക്ക് കോറം ചെയ്യാത്ത ഒരു കൗൺസിൽ കൂടി ബഹളത്തിനിടയിൽ സെക്രട്ടറി പോലും പങ്കെടുക്കാത്ത ഒരു യോഗത്തിൽ എന്തൊക്കെയോ പാസ്സാക്കിയെന്ന് വിളിച്ചു പറഞ്ഞ് പുറത്തുപോയ വളരെ ആക്ഷേപകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 1,49 ലക്ഷം രൂപയുടെ അഴിമതി മൂടിവെക്കാൻ CPM ഓഫീസിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ CPM കൗൺസിലർമാരുടെ മേൽ ശക്തമായ സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളതെന്ന്
നഗരസഭാ കൌൺസിലറും DCC ജനറൽ സെക്രട്ടറിയുമായ AP ഷാജഹാൻ പറഞ്ഞു. 5 വർഷത്തേക്ക് നഗരസഭാ ചെയർപേഴ്സൺ കൊടുക്കാൻ തീരുമാനിച്ച മുൻകൂർ അനുമതി 1 വർഷത്തേക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. ചെയർപേഴ്സന്റെ അഴിമതിയെ വെള്ളപൂശാൻ CPM ശ്രമിച്ചാൽ UDF അത് കോടതിയിൽ നേരിടുമെന്നും കൌൺസിലർമാർ പറഞ്ഞു. പൊതുമുതൽ കൊള്ളയടിച്ചവരുടെ പക്കൽ നിന്ന് തന്നെ അത് ഈടാക്കുന്നതിന് ഏതറ്റം വരെയും UDF പ്രതിഷേധം തുടരുമെന്നും AP ഷാജഹാൻ അറിയിച്ചു. പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, K പുഷ്പദാസ്, AJ ഷാജഹാൻ, AP ഷാജഹാൻ, PC റോയ്, അൻസാരി കോയിക്കലേത്ത്, ബിജു നസറുള്ള, ബിദു രാഘവൻ, നവാസ് മുണ്ടകത്തിൽ, അൻഷാദ് വാഹിദ്, സുമിത്രൻ, ലേഖ, PK അമ്പിളി, P ഗീത, ഷീജ റഷീദ്, ഷൈനി ഷിബു, മിനി, അംബിക എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.